ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ ബദരീങ്ങളുടെ നേർച്ചയുടെ ഇറച്ചി കിട്ടിയിട്ടോ. ഇവിടെ 2 പള്ളിയിലുള്ള ഇറച്ചിയാണ് കിട്ടാറുള്ളത്. ഇതിപ്പോൾ ഒരു പള്ളിയിലത്തെ ഇറച്ചിയാണ് കിട്ടിയത്. ഇത് മറ്റൊരു പള്ളിയിലെ ഇറച്ചിയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നല്ല ചെമ്പിൽ വരട്ടി ഇറച്ചി ആയതുകൊണ്ട് തന്നെ പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പൂച്ചക്കൊരു കഷ്ണം ഇട്ട് കൊടുക്കാം. പൂച്ച വല്ലാതെ കരയുന്നുണ്ട്. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അപ്പോൾ അതോടെ ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പൂച്ച സന്തോഷത്തോടു കൂടി ഇറച്ചിൻ്റെ കഷ്ണം കിട്ടി പോയിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റേ പൊതി കഴിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ഇറച്ചി ഇത് കഴിച്ചിടാണ് കേട്ടോ. 2 പള്ളിയത്തെ ആയതുകൊണ്ട് തന്നെ 2 വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും. ഇത് കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. ഇനി അടുത്തത് എങ്ങനെ നോക്കുക. അപ്പോൾ അതാ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏകദേശം ഒരു 5-5:30 മണിക്കാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ഇറച്ചി ഇതവിടെ അഴിച്ചിട്ടു കേട്ടോ. കണ്ടില്ല, ഇതും തന്നെ കുഴപ്പമില്ല. അതിൻ്റെ ഇത് രണ്ട് ടൈപ്സിലാണ് കേട്ടോ ഇറച്ചി. 2 ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും മാറി മാറി ടേസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. ബദരീങ്ങളെ നേർച്ചയുടെ ഇറച്ചിയാണ്. ചില സ്ഥലങ്ങളിൽ ബിരിയാണി ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ എന്താ പറയുക പത്തിരി പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ പുതുപ്പറമ്പിലൊക്കെ എന്ന് വെച്ചാൽ പത്തിരി ചുട്ട് കൊണ്ടുപോകും. പത്തിരി ചുട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് എല്ലാ പത്തിരിയും കൂടി മിക്സായിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് തരും. അതുപോലെ തന്നെ പൊറോട്ട ഉണ്ടാവും. അങ്ങനെ ഇവിടെ എന്ന് വെച്ചാൽ റൈസൊന്നുമില്ല, ഈ ഒരു ബീഫ് മാത്രമേ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ പത്തിരിയൊക്കെ ഇവിടെ ഞാൻ ചുട്ട് വെച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പത്തിരി ഞാൻ ചുട്ട് വെച്ചത്. ഈ പത്തിരിയും നല്ല ഈ ബീഫും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ബീഫിൻ്റെ ഗ്രേവിയോട് കൂടെ ഇത് ഇന്ന് തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല രസമുണ്ടാകും. നാളേക്ക് കുറച്ച് ടേസ്റ്റൊക്കെ മാറും. കാരണം ഈ ഒരു ഫ്രഷ്നെസ്സിൽ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരിട്ട് കഴിക്കുക, അല്ലെങ്കിൽ സമൂസായി കഴിക്കുകയെ. സമൂസ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ നേരിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. പിന്നെ പത്തിരിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും രസം തന്നെ. എടുത്ത് നല്ല ചെമ്പിൽ വരട്ടിയ നല്ല പോത്തിറച്ചിയാണ്. 2 പള്ളിയിലെത്തതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? എന്തൊക്കെയാണ് ഫുഡ്? ബിരിയാണി ആണോ അതോ ഇങ്ങനെ ഇറച്ചിയൊക്കെ ഉണ്ടോ സെപ്പറേറ്റ് ആയിട്ട്? ചിലടത്ത് ചായ ഉണ്ടാവും, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, എന്താണ് നിങ്ങളുടെ നാട്ടിൽ കിട്ടിയിട്ടുള്ളത്, അവിടെയൊക്കെ നേർച്ച ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.